വെള്ളച്ചാട്ടം അല്ലെന്നേ ഉള്ളൂ. ഒന്നാമത് അങ്ങോട്ടുള്ള ദാരിദ്ര്യം പിടിച്ചൊരു പോക്കാണ്. കോട്ടയം ജില്ലയിലെ സഞ്ചാരികളുടെ സ്വർഗമായി മാറിയ ഇല്ലിക്കക്കല്ലിനെ പേടിച്ച് താമസിക്കുന്ന ഒരു മനോഹരമായ ഗ്രാമമുണ്ട് ഇതിന്റെ താഴ്വാരത്ത്. നമുക്ക് ആ ഗ്രാമക്കാഴ്ചകൾ കാണാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നരവിലാണേ. അതായത് കണ്ടോ, മൂന്നരവിൽ നമ്മുടെ മീനച്ചിലാറ് ഒഴുകുന്ന ആ കാഴ്ച ഇത്ര മനോഹരമായ കാഴ്ച അല്ലേ, എന്നാ സൈലൻ്റാണെന്നറിയാമോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ ഭീതിയിൽ കഴിയുന്ന ഒരു ഗ്രാമം കൂടിയുണ്ട്, അതായത് അഞ്ചുകുടിയാറ്. അപ്പോൾ അഞ്ചുകുടിയാറിൻ്റെയും മങ്കൊമ്പിൻ്റെയും ആ മനോഹരമായ ഗ്രാമത്തിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മളത് ഈ കാണുന്ന കേട്ടോ മൂന്നരവ് പാലം, ഇതിൻ്റെ രണ്ട് സൈഡിലും ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെ, ഇപ്പം അത് കുറച്ചൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. നല്ല അടിപൊളി കേട്ടോ. അതെ, ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് നോക്കി, ഇതിൻ്റെ താഴേക്കൂടി നമ്മുടെ കടമ്പുഴ ആറ് ഇത് പോകുന്നത്. എനിക്ക് ഒന്നും പറയാലോ കേട്ടോ. ഇത് എന്നാ ഇതിനൊരു നമുക്കൊരു വാക്കുകളുള്ളത്. ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ മൂന്നലവിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽക്കൂടെ വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി കുളിക്കാനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാട്ടോ. ഇവിടെ നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്, ഒന്നും പറയാനില്ല ഇവിടെ. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഇല്ലിക്കക്കല്ലിന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് മൂന്നലവ്. ഇല്ലിക്കക്കല്ലിന്റെ അടുത്തായിട്ട് ഉള്ള ഒരു ചെറിയ ഒരു ടൗൺ എന്ന് പറയുന്നതും നമ്മുടെ ഈ മൂന്നലവ് തന്നെയാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാനുള്ളത്. അല്ല, അഞ്ചുകുടിയാറ് മങ്കൊമ്പ് കേട്ടോ നമ്മുടെ യാത്ര. അങ്ങനെ ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് വേണം നമുക്ക് പോകാൻ. വേണ്ടേ, നമ്മുടെ മൂന്നലവിലെ പഞ്ചായത്താണ് ഇത്. നമ്മൾ ഇവിടുന്ന് ആദ്യം നമുക്ക് കടപ്പുഴ ഒന്ന് കണ്ടിട്ട് പോരാ കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് വണ്ടി കയറി പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാട്ടോ കടപ്പുഴ പാലം. അതായത് ആ കുറേ നാൾ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പം ചെയ്ത് ചെറിയ ഒരു പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്തല്ല, ഒരു 1-2 വർഷമായിട്ടുണ്ട് ഇത് മൊത്തം ഇടിഞ്ഞു പോയി. പിന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ പരിശ്രമ ഫലം കൊണ്ടാട്ടോ ഇവിടെ ഈ ഇപ്പം ബൈക്ക് കയറി പോവും. പക്ഷേ ഇത് ചെറിയ തടി വെച്ചാണ് ഇത് ഈ പാലം ഉണ്ടാക്കിയേക്കുന്നത്. ഇത് അതായത് നമുക്ക് ഇല്ലിക്കക്കല്ല്, മേച്ചാൽ അങ്ങോട്ടൊക്കെ പോയി മൂന്നര കൂടി പോകുന്നവർക്ക് ഏറ്റവും എളുപ്പ വഴിയായിരുന്നു ഇത്. പക്ഷേ ഇതിവിടെ ഇപ്പോൾ വാഹനങ്ങളൊന്നും പോകില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഒരു രക്ഷയില്ല. അപ്പം ആൾക്കാർ മടുത്തിട്ട് ചെയ്തേക്കുന്ന പണിയാണ്. എന്നെ അടിപൊളിയാണെന്നറിയാമോ ഇവിടുന്ന് ഈ വെള്ളം വരുന്നതൊക്കെ കാണാൻ. നമ്മൾ കുറച്ചു മുമ്പ് കണ്ട പാലവും ഈ വരുന്ന വെള്ളം കേട്ടോ ആ പാലത്തിൽ കൂടെ കവർ ചെയ്ത് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഈ കടപ്പുഴ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കുറച്ച് കയറി പോകാം. എന്തായാലും അടിപൊളി കേട്ടോ ഇത്. ഈ മൂന്നലയിൽ വന്നാൽ ഇല്ലിക്കക്കല്ലിന് പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. നല്ല വളവും തിരിവും നല്ല കയറ്റമുള്ള ഒരു വഴിയാ. ഈ ജംഗ്ഷൻ കേട്ടോ നരിമറ്റം. ഇവിടുന്ന് വലത്തേക്ക് പോയ ചൂര്, ഇടത്തേക്ക് പോയ മങ്കൊമ്പ്, അഞ്ചുകുടിയാറ്. നമ്മൾ പോകുന്ന ഈ മങ്കൊമ്പ് അഞ്ചുകുടിയാറ് വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കാഴ്ചകൾ എല്ലാം നമ്മൾ ആ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. എന്നാ പൊളി കാഴ്ചയാണ് നോക്കിയത്. ഇവിടെ ഇല്ലിക്കക്കല്ലിൻ്റെയൊക്കെ മലറുകൾ, ഇല്ലിക്കക്കല്ലൊക്കെ നിൽക്കുന്ന മഞ്ഞ് മൂടിയതുകൊണ്ട് നമുക്ക് വലിയധികം കാണത്തൊന്നുമില്ല. അതിൽക്കൂടെ ചെറിയ ചെറിയ അരുവികൾ, എന്നാ സ്റ്റൈലല്ലേ. ഇവിടെ മഴക്കാലം വന്നാൽ ഇങ്ങനെയാണേ. മഴക്കാലത്ത് മഴ പെയ്യാൻ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം പാറയൊക്കെ ഇങ്ങനെ ഒഴുകുന്ന നമുക്ക് കാണാനുള്ള മനോഹരമായ നല്ല അടിപൊളി കാഴ്ചയാണ്. ആ മഞ്ഞ് വന്ന് മൂടി നിൽക്കുന്നോട്ടെ ഇല്ലിക്കക്കല്ല്. അവിടെ മഞ്ഞ് വന്ന പെട്ടെന്ന് അവിടെ മഞ്ഞ് വന്ന് മൂടും. അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. ഇല്ലിക്കക്കല്ലിന്റെ ഭീഷണി കഴിയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് അഞ്ചുകുടിയാർ. ഇനി നമ്മൾ ആ ഗ്രാമക്കാഴ്ചകളാണ് നമ്മൾ ഇനി കാണുന്നത്. ഇപ്പോൾ കൂട്ടുകാരെ ഒരു അടിപൊളി കാഴ്ച കാണിക്കാട്ടോ. കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന മീനച്ചിലാറ് കടന്നു പോകുന്ന ആ കാഴ്ചയാണ് ഇത്. കേട്ടോ, എന്നാ അടിപൊളിയായിട്ടാണ് നോക്കിയത്.
ഇത് മീനച്ചിലാറ് കടന്നു പോകുന്ന അഞ്ചുകുടിയാറ് കേട്ടോ. അതായത് അഞ്ചുകുടിയാറിന്റെ മുകളിലായി ഇല്ലിക്കലിന്റെ താഴ്വാരം എന്നാണ് മീനച്ചിലാറിന്റെ ഉത്ഭവം. അതെ, എന്നാ സ്റ്റൈലാണെന്നറിയാമോ ഇത്? ഒരു ചെറിയൊരു പാലമാണ്. ഈ പാലത്തിന്റെ ഈ താഴെ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. വെള്ളച്ചാട്ടം വന്നാലും സൂപ്പർ വെള്ളച്ചാട്ടോ. പക്ഷെ വലിയ അറിഞ്ഞ ഒരു വെള്ളച്ചാട്ടം അല്ലെന്നേ ഉള്ളൂ. ഒന്നാമത് അങ്ങോട്ടുള്ള ദാരിദ്ര്യം പിടിച്ചൊരു പോക്കാണ്. അമ്പലഭാഗത്ത് ചെന്നിട്ട് അമ്പലത്തിന്റെ അവിടുന്ന് ഞാൻ പറഞ്ഞ ഈ വഴി കൂടി വരുന്നിടത്ത് താഴോട്ടിറങ്ങിയാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ മേളില് വരാം വന്നിരിക്കുന്നതാണ്. പക്ഷെ എളുപ്പം അമ്പലത്തിന്റെ അവിടെ നിന്ന് വരുന്നതാണ്. വഴി സൗകര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അമ്പലത്തിന്റെ അടുത്ത് ഇറങ്ങുന്നതായിരിക്കും. ഈ കാണുന്നതാണ് അഞ്ചുകുടിയാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ സൈഡിലായിട്ട് ചെറിയൊരു പെട്ടിക്കടയാണുള്ളത്. അതിന്റെ താഴെയായിട്ട് വേറെ ഒരു ചെറിയ കടയും കൂടിയുണ്ട്. കാര്യമായ സാധനങ്ങളൊന്നും അവിടെ കിട്ടുമെന്നില്ല. ബസ്സൊക്കെ വന്ന് തിരിക്കുന്നത് ഇവിടെയാ. 2 ബസ്സാണ് ഇങ്ങോട്ട് സർവീസൊക്കെ ഉള്ളൂ. അധികമാരും അറിയപ്പെടാത്ത ഒരു മനോഹരമായ സ്ഥലമാണ് അഞ്ചുകുടിയാർ എന്ന് പറയുന്നത്. ഈ അഞ്ചുകുടിയാർ എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ 5 കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇവിടെ ആൾക്കാരുകൾ കൂടുതൽ വന്ന് താമസിക്കാനൊക്കെ തുടങ്ങിയത്. ഇല്ലിക്കക്കല്ലിന്റെ താഴ്ഭാഗങ്ങളിൽ നമ്മളൊരു 3-4 സ്ഥലങ്ങൾ വെച്ച് നോക്കിയാൽ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ അഞ്ചുകുടിയാറായിരിക്കും. ഇവിടുന്ന് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇല്ലിക്കക്കല്ലിന്റെ ആ ഒരു കാഴ്ചയുണ്ടല്ലോ, മീനച്ചിലാർ ഉത്ഭവിക്കുന്ന ആ കൈവഴികളും ഇതെല്ലാം നമ്മുടെ ഇല്ലിക്കക്കല്ലിന്റെ താഴ്ഭാഗത്തു നിന്നാണ് ആരംഭിക്കുന്നത്. മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളും ഇവിടുന്ന് ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്ന കൺനിറയെ കാണാൻ പറ്റുന്ന മലനിരകളിൽ കൂടിയുള്ള ആ വെള്ളച്ചാട്ടങ്ങളും നമുക്കിവിടെ നല്ല കൗതുക കാഴ്ചകൾ ഒരുക്കിയാണ് അഞ്ചുകുടിയാർ എന്ന ഈ മനോഹരമായ ഗ്രാമം നിൽക്കുന്നത്. ഇവിടെ എത്തിച്ചേരാൻ പ്രയാസമാണെങ്കിലും ഇവിടെ വന്നാൽ അനേകം കാഴ്ചകൾ കണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി മടങ്ങാം. അത്രയും മനോഹരമായ ഒരു ഗ്രാമമാണ് ഇവിടം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ വ്യൂവും ഇല്ലിക്കക്കല്ല് മഞ്ഞു മൂടിക്കിടക്കുന്ന ആ കാഴ്ചയുണ്ടല്ലോ, അത് വേറെ ഒരു കാഴ്ച തന്നെയാണ്. അത് മറ്റെവിടെ ചെന്നാലും ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല. ഇനി നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി പോകുന്നു. ഇനി അടുത്തത് നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങ് പോകുന്ന തപ്പർ മങ്കൊമ്പ് മുകളിലൊരു പള്ളിയൊക്കെ ഉണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അടിപൊളി കാഴ്ചയാട്ടോ അവിടെയും ചെന്നാ. ഇത് മങ്കൊമ്പിലുള്ള സ്കൂളാണ്. ഇവിടെയുള്ള പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏക ആശ്രയം ഈ സ്കൂളാണ്. CSE ഈസ്റ്റ് കേരള മഹായുടെ കീഴിലുള്ള CMS UP സ്കൂളാണ് ഈ കാണുന്നത്. എത്ര നല്ല സ്കൂളല്ലേ ഇത്! കുറേ വർഷങ്ങൾ പഴക്കമുള്ള സ്കൂളാട്ടോ ഏതായാലും ഇത്. ചെറിയൊരു സ്കൂള്. ഇങ്ങോട്ട് കയറി വരുന്ന വഴിയൊക്കെ വളരെ ചെറിയ വഴിയാണ്. വളവും തിരിവുകളൊക്കെ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ അപ്പർ മങ്കൊമ്പ് CSI പള്ളിയുടെ മുറ്റത്താണ്. ഈ എത്ര മനോഹരം നോക്കി ആ പള്ളി. ഈ മലമുകളിൽ നെറ്റിപ്പട്ടം കെട്ടി ആനയെപ്പോലെ തലയുയർത്തി നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ച ഉണ്ടല്ലോ, ഒട്ടുക്കത്തെ കാഴ്ച കേട്ടോ ഇത്. നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ, നമ്മുടെ പിള്ളേർ. ആ മലമുകളിലൊക്കെ മഞ്ഞ് കയറി കിടക്കുന്ന കാഴ്ച, അത് നമ്മുടെ മൂന്നിലവ് നെല്ലാപ്പാറയും വെള്ളറയൊക്കെ കേട്ടോ ആ കാണുന്നത്. പിന്നെ അടിപൊളിയാണെന്നറിയോ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, പറയാൻ വാക്കുകളില്ല. നല്ല പച്ച പിടിച്ച് നിൽക്കുന്ന പച്ചപ്പുല്ല് പിടിച്ച് നിൽക്കുന്ന മൈതാനവും. ഇതൊരു പാരിശുകളാണ് ഇത്. പച്ച പൊതിച്ച് നിൽക്കുന്ന ഈ കുന്നിൻ ചെരുവിൽ ഈ പള്ളി കാണാൻ എത്ര മനോഹരമാണ്! എവിടെ നോക്കിയാലും മരങ്ങളും മലകളും, താഴ്വാരങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ നീണ്ടു നിവർന്നു കിടക്കുന്ന മലനിരകളും മഞ്ഞ് പൊതിച്ച് കിടക്കുന്നതും എല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പച്ചപ്പുകൾക്കുള്ളിൽ കുന്നിൻ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ പള്ളിയുടെ കാഴ്ച പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്ര നല്ല ഒരു കാഴ്ച ഒരുക്കി നിൽക്കുന്ന
ഒരു മനോഹരമായ ദേവാലയമാണ് ഇത്. ഈ അപ്പർ മങ്ങമ്പ് ദേവാലയത്തിന്റെ മുറ്റത്തു നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു അസാമാന്യ കാഴ്ചയാണ്. ഇതെല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. നല്ല മഴക്കാലങ്ങളിൽ വന്നാൽ ഇവിടെ വന്നാലും ധാരാളം വെള്ളച്ചാട്ടങ്ങളും നല്ല കൗതുക കാഴ്ചകളൊക്കെ ഒരുക്കി നിൽക്കുന്ന അനേകം നല്ല നല്ല സ്ഥലങ്ങൾ നമുക്കിവിടെ നിന്ന് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പള്ളി കൊയർ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് 3 ചങ്കുകൾ കിട്ടിയിട്ടുണ്ട്. അതെ, ഒരു ഹായ് കൊടുത്തടാ. ഏതായാലും ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ മക്കളാട്ടോ ഞങ്ങൾക്ക് എല്ലാ കാര്യവും പറഞ്ഞൊക്കെ തന്നു. അടിപൊളി. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ ഇതേ അപ്പർ മങ്കമ്പിലേക്ക് കയറി വന്നിട്ട് ആ പള്ളിയൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങ് കയറി പോന്നു. ഇതേ ഇവിടെ വന്നപ്പോൾ ഇതേ ഉണ്ടോ വഴി, കോൺക്രീറ്റ് വഴിയാണ്. ഇതെങ്ങനെ കിടക്കുക. അങ്ങ് മേളിലേക്കുണ്ട്. കുറേ പേരെ ഞങ്ങൾ നടന്നു കയറി പോയി വണ്ടി തിരിക്കുന്ന സ്ഥലമുണ്ടോന്ന്. പക്ഷേ അവിടെയൊക്കെ തെന്നലാണ്. ഞങ്ങളിവിടെ വന്ന് പെട്ടു കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങൾ പുറകോട്ട് പോകണം. ഇവിടുന്ന് ഒരു 200 മീറ്റർ പുറകോട്ട് പോയാലാട്ടോ ഇനി തിരിക്കാൻ സ്ഥലമുള്ളൂ. ഇനി ഞങ്ങൾ ഇവിടുന്ന് വണ്ടി റിവേഴ്സാണ് ഇനി പോകുന്നത്. ആ സൈഡ് ചേർത്ത് പിടിച്ചോ. പുറത്തെ അങ്ങനെ ചേർത്ത് ഓടിച്ചോ. പുറത്തെ പോരും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ.